KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ വണ്ണക്കോട്. പ്രധാന വാർത്തകൾ. കാന്തപുരം ഉസ്താദിന് ഖാലി ഫൗണ്ടേഷൻ പുരസ്കാരം സമർപ്പിച്ചു. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ നേതാക്കളെക്കാൾ മതനേതാക്കൾക്കാണെന്ന് സ്പീക്കർ ജി കാർത്തികേയൻ. ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ അഭാവം സമൂഹത്തിന്റെ മൂല്യച്യുതിക്ക് കാരണമാകുന്നുവെന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഷേഖുൽ ഹദീസ് മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദ് ഉറൂസ് മുബാറക്ക് ഇന്ന് സമാപിക്കും. അവേലത്ത് സാദാത്ത് മഖാം ഉറൂസ് മുബാറക്ക് ഈ മാസം 14-ന് തുടക്കം കുറിക്കും. നീതിയുടെ പ്രകാശകിരണം അകലെയാണെന്ന് PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനി. ജാമ്യത്തിനു വേണ്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പോലെയുള്ളവരുടെ പരിശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്നും മഅദനിയുടെ പ്രസംഗത്തിനെതിരെ VS അച്യുതാനന്ദനും BJP നേതാവ് V മുരളീധരനും രംഗത്ത്. മകളുടെ വിവാഹവേദിയിൽ മഅദനി നടത്തിയ പ്രസംഗം ഇന്ന് KMIC ന്യൂസ് ടൈമിൽ. വാർത്തകൾ വിശദമായി. നീതിയുടെ പ്രകാശകിരണം വളരെ അകലെയാണെന്ന് PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനി. എങ്കിലും താൻ ദുഃഖിതനോ നിരാശനോ അല്ലെന്ന് PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനി പറഞ്ഞു. കോട്ടിയത്ത് മകൾ ഷമീറയുടെ വിവാഹവേദിയിൽ പ്രസംഗം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നീതിയുടെ കിരണം അകലെ നിന്നുപോലും കാണാനാവാത്ത ദുരവസ്ഥയിലാണ് ഞാൻ. ജാമ്യം കിട്ടിയതുകൊണ്ട് കർണാടകയിൽ നീതിയുടെ പുതിയ സൂര്യൻ ഉദിച്ചതായി ആരും കരുതേണ്ടെന്ന് മഅദനി കൂട്ടിച്ചേർത്തു. ഇതേ കേസിൽ നേരത്തെ 2 പേർക്ക് 4 ദിവസത്തെ ജാമ്യം കൊടുത്ത കീഴ്വഴക്കം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വരാൻ കഴിഞ്ഞതെന്നും മഅദനി ഓർമ്മപ്പെടുത്തി. തമിഴ്നാടിനേക്കാൾ 1000 മടങ്ങ് മോശമാണ് കർണാടകം. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിരവധി നിരപരാധികൾ തടവറകളിൽ പീഡിപ്പിക്കപ്പെടുന്നു. അതുപോലെയാണ് ഞാനും. നിങ്ങളുടെ പ്രതികരണം ഹൃദയത്തിൽ ഒതുക്കണം, അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള വരവ് വൈകും. കേരളത്തിലെ ജനത എനിക്കൊപ്പം ഉണ്ടെന്നത് ആവേശം പകരുന്നു. മുൻകാലങ്ങളിൽ തന്റെ ഭാഗത്തു നിന്നുണ്ടായ പരുഷമായ വാക്കുകൾക്ക് ഞാൻ ക്ഷമ ചോദിച്ചതാണ്. ഇപ്പോഴത്തെ പ്രയാസവും പീഡനവും സ്വയം സ്ഫുടം ചെയ്യാനുള്ള അവസരമാണ്. എന്റെ വലതു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇടതു കണ്ണിന്റെ കാഴ്ച ഭാഗികമാണ്. അബ്ദുൽ നാസർ മഅദനി പ്രസംഗവേദിയിൽ പറഞ്ഞു. ഇടക്കാല ജാമ്യത്തിൽ കേരളത്തിലെത്തിയ മഅദനി കനത്ത സുരക്ഷാ സന്നാഹത്തോടെയാണ് കൊട്ടിയത്തെ വിവാഹവേദിയിലെത്തിയത്. മഅദനിയെ സ്വീകരിക്കാൻ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ കൊട്ടിയത്ത് എത്തിയിരുന്നു. കേന്ദ്രമന്ത്രിമാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി AT മുഹമ്മദ് ബഷീർ, LDF കൺവീനർ വൈക്കം വിശ്വൻ, MI ഷാനവാസ് MP, പീതാംബരക്കുറുപ്പ്, C ദിവാകരൻ, തോമസ് ഐസക്, PK ഗുരുദാസൻ, കോവൂർ കുഞ്ഞുമോൻ തുടങ്ങി പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിവാഹ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പോലെയുള്ളവർ നടത്തിയ എന്റെ ജാമ്യത്തിനുള്ള പരിശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം മഅദനിയെ വീണ്ടും അസീസിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 5 ദിവസത്തെ ഇടക്കാല ജാമ്യം ലഭിച്ച മഅദനി ഇന്നലെ രാത്രി 10:15-ഓടെയാണ് തിരുവനന്തപുരത്ത് വന്നിറങ്ങിയത്. 2.5 വർഷത്തിനുശേഷം കേരളത്തിലെത്തിയ മഅദനിയെ കാണാൻ നൂറുകണക്കിന് പ്രവർത്തകരാണ് രാവിലെ മുതൽ വിമാനത്താവളത്തിൽ കാത്തുനിന്നിരുന്നത്. നാളെ അൻവാർശേരിയിൽ വെച്ച് രോഗശയ്യയിൽ കഴിയുന്ന പിതാവ് അബ്ദുസമദ് മാസ്റ്ററെയും മാതാവിനെയും അവിടെയുള്ള അനാഥ കുട്ടികളെയും അദ്ദേഹം സന്ദർശിക്കും. 13-ന് രാവിലെയുള്ള വിമാനത്തിലാണ് മഅദനി ബാംഗ്ലൂരുവിലേക്ക് തിരികെ പോവുക. KMIC ന്യൂസിൽ ഇനി അബ്ദുൽ നാസർ മഅദനിയുടെ 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വിവാഹവേദിയിലെ പ്രസംഗം കേൾക്കാം. ബഹുമാന്യരായ സഹോദരന്മാരെ, സർവശക്തനായ നാഥൻ നമ്മുടെ മേൽ എല്ലാ അനുഗ്രഹവും ചൊരിയുമാറാകട്ടെ. എല്ലാവരും വളരെ നിശബ്ദരായി ഇരിക്കണം. ഒരു ഏത് പ്രത്യേക
സാഹചര്യത്തിലായാലും ഒരു നിക്കാഹിന്റെ ചടങ്ങിലാണ് നാം ഉള്ളത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകണം. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ കാണിക്കുന്ന അമിതാവേശം ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് കൂടുതൽ താമസമാകുന്നതിനായിരിക്കും കാരണമാകുന്നത് എന്ന ബോധ്യവും നിങ്ങൾക്കുണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം എല്ലാവരും ഈ സദസ്സിൽ പങ്കെടുക്കേണ്ടത്, ഈ സദസ്സിന്റെ അവസാനം വരെ സഹകരിക്കേണ്ടത്. ഒരു പ്രസംഗത്തിന്റെ അവസ്ഥയിലല്ല ഞാനുള്ളതെന്ന് നിങ്ങൾക്കറിയാം. പ്രസംഗം ഒരു ഖുത്ബ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിക്കാഹിന്റെ ഭാഗമായ ഖുത്ബ എന്ന നിലയിലാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ശേഷം കാരാഗ്രഹത്തിന്റെ ഇരുളിൽ നിന്ന് വീണ്ടും കേരളത്തിന്റെ ഈ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും നീതിബോധത്തിന്റെയും പ്രകാശത്തിലേക്ക് ഞാൻ മടങ്ങിയിട്ടുണ്ട്. ഒരു കാരണവശാലും ആരും പ്രസംഗത്തിൽ കേൾക്കുന്നതല്ലാതെ അമിതമായി പ്രതികരിച്ചാൽ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്, നിർദ്ദേശം നൽകപ്പെട്ടെത്തിയിരിക്കുന്ന ഭാഗത്തു നിന്ന് അതിന്റെ പ്രതിനിധികളായി ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ എന്നെ പെട്ടെന്ന് തടഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതികരണമൊക്കെ ഹൃദയത്തിൽ ഒതുക്കണം, പുറത്ത് യാതൊന്നും പ്രതികരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരുളിന്റെ കാരാഗ്രഹത്തിന്റെ ഇരുളിൽ നിന്ന് കേരളത്തിന്റെ നന്മയുടെ പ്രകാശത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ എന്റെ കണ്ണ് ഇരുളിലായ അവസ്ഥയിലാണ്. മുമ്പ് എന്റെ മുന്നിലിരിക്കുന്ന ആളുകളെല്ലാം എനിക്ക് ചൂണ്ടിക്കാട്ടാനും അവരോട് വിഷയം ചെയ്യാനും സംസാരിക്കാനും അവർ മനസ്സിലാക്കാനും ഒക്കെ കഴിയുമായിരുന്നു. ഇപ്പോൾ എന്റെ വലത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇടത് കണ്ണിന്റെ കാഴ്ച വളരെ കുറഞ്ഞ ഒരവസ്ഥയിൽ മാത്രം അവശേഷിക്കുന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പോയതിനു ശേഷം ഇന്നുവരെയുമുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നീതിയുടെ വളരെ അകലെ നിന്നുള്ള ഒരു പ്രകാശത്തിന്റെ കിരണം പോലും കാണാൻ കഴിയാത്ത ദുരവസ്ഥയിലാണ് ഞാനുള്ളത്. എങ്കിലും ഞാൻ നിരാശനോ ദുഃഖിതനോ അല്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ വേദനകളും പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചവരും സഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ആളുകളുടെ കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ സർവശക്തനായ നാഥൻ എന്റെ കാര്യത്തിൽ ഒരു പരീക്ഷണം തന്നാൽ യഥാർത്ഥത്തിൽ ഞാനിതിനെ ഒരു പരീക്ഷണമായി പോലും കാണുന്നില്ല, ഒരു പ്യൂരിഫിക്കേഷനാണ്. എന്നെ ഒന്ന് സ്ഫുടം ചെയ്യാൻ വേണ്ടി സർവശക്തനായ നാഥൻ തന്ന ഒരു അവസരമായിട്ടാണ് ഈ അവസരത്തെ ഞാൻ കാണുന്നത്. അങ്ങനെ ഞാനിത് ഈ കുറച്ച് പ്രയാസങ്ങളും വിഷമങ്ങളും പീഡനങ്ങളും ഒക്കെ സഹിച്ച് നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയുടെ ഘട്ടത്തിൽ കേരളം ഒന്നടങ്കം കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും, എല്ലാ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ടവരും, എല്ലാ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും എല്ലാവരും കേരളത്തിൽ വിനീതനായ എന്നോട് കാണിക്കുന്നത് അനീതിയാണെന്നും ആ അനീതിക്കെതിരെ മനുഷ്യ മനസ്സുണരണമെന്നും അനീതിക്കെതിരെ പോരാടേണ്ടത് ബാധ്യതയാണ് എന്നുമുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി കേരളീയ സമൂഹം ഒന്നടങ്കം എന്നോടൊപ്പം നിൽക്കുന്നു. ഞാൻ നേരിടുന്ന ഈ അനീതിക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും കാരാഗ്രഹത്തിന്റെ ഇരുളിലും എനിക്ക് സമാധാനവും ആവേശവും ഒക്കെ പകരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. മറ്റൊരു കാര്യം, ഞാൻ മാത്രമല്ല ഈ രാജ്യത്ത് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്. ഒരുപാട് ആളുകൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ലോകത്ത് പലസ്തീനിൽ ഉൾപ്പെടെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന അതികഠിനമായ പീഡനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നിരവധി പേർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ നിരവധി പേർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കേരളത്തിൽ നിന്ന് എന്നെ മാത്രമല്ല യഥാർത്ഥത്തിൽ ഞാൻ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടച്ചിട്ടുള്ളത്. കാരാഗ്രഹത്തിൽ ഞാൻ മാത്രമല്ല നിരപരാധിയായി കഴിയുന്നത്. ഞാൻ കാരാഗ്രഹത്തിൽ കഴിയുമ്പോൾ അതിന് എന്നോട് ഈ അമർഷവും വിദ്വേഷവും ഒക്കെ തോന്നുന്നതിന് ചില കാരണങ്ങളുണ്ടായിട്ടുണ്ടാകും. അത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പോലെ ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ മുൻകാലങ്ങളിൽ സംസാരിക്കുമ്പോൾ അത് കുറച്ച് പരുഷമായ ശൈലിയിലായി പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ശൈലി എന്നിൽ നിന്ന് സംഭവിച്ചു പോയതിൽ പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ കഴിഞ്ഞ ജയിൽവാസത്തിന്
അതിനുശേഷം ഞാൻ ശംഖുമുഖത്തെത്തിയപ്പോൾ കേരളീയ സമൂഹത്തോട് ഒന്നടങ്കം ഞാൻ മാപ്പ് ചോദിച്ചു. എന്തെങ്കിലും എന്റെ വാക്കുകളിൽ പ്രവൃത്തികളിൽ കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്നും അതിൽ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു. അതിനുശേഷവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അറിയുന്നത് പോലെ വിനീതനായ ഞാൻ വീണ്ടും പീഡിപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ നടത്തിയ ഏതെങ്കിലും പ്രഭാഷണങ്ങളിലെ ഏതെങ്കിലും ചില വാക്കുകൾ, അതിനപ്പുറം ഒന്നുമില്ല, ചില വാക്കുകൾ, ആ വാക്കുകളുടെ പേരിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിരന്തരമായ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു വാക്ക് പോലും അങ്ങനെ ഉച്ചരിച്ചിട്ടില്ലാത്ത, അങ്ങനെ ഒരിക്കലും ഒന്നിനുമെതിരെ പ്രതികരിച്ചിട്ടില്ലാത്ത മലപ്പുറം ജില്ലയിലെ ഒരു കടലോര പ്രദേശത്തെ ഒരു ജറ്റക്കൂരയിലെ ഒരു അനാഥനായ ഒരു പിഞ്ചു ബാലനായിരിക്കവേ അറസ്റ്റ് ചെയ്യപ്പെട്ട സക്കരിയ എന്ന ചെറിയ കുട്ടി ഉൾപ്പെടെ ഇന്നും അവിടെ അടയ്ക്കപ്പെട്ടിരിക്കുന്ന, ഞാനുള്ള സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പേരുണ്ട്. ഈ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെയൊക്കെ കഥകളോട് ചരിത്രങ്ങളോട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും എനിക്ക് സമാധാനമാണ്. ആദ്യം ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ എന്റെ സമാധാനം, ഈ പീഡനങ്ങളും പ്രയാസങ്ങളും ഞാൻ അനുഭവിക്കുമ്പോൾ കേരളീയ സമൂഹം ഒന്നടങ്കം എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഉറച്ച ആ പ്രതീക്ഷയും ആ വിശ്വാസവും എന്നെ വല്ലാതെ ശക്തനാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ എന്റെ കാര്യം, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പീഡനങ്ങൾ എന്നെക്കാളും കൂടുതൽ അനുഭവിക്കുന്നവർ ഈ രാജ്യത്തുണ്ട്. മൂന്നാമത്തെ കാര്യം ഒരു കാര്യമാണ്, അതെന്റെ ഉറച്ച വിശ്വാസത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. മല്ലം യർമി ഖളാദി വമല്ലം യസ്ബിർ അലാ മലാദി ഫൽയഖ്റുജ് മിൻ തഹ്തി സമാഇ വൽയത്ലുബ് റബ്ബൻ സിവാഇ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞതായിട്ട് കുദ്സിയായ ഹദീസിലൂടെ കാണുന്ന ആ ഒരു മഹത്തായ ഒരു വാചകം ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ പറയുകയാണ്. എന്റെ വിധി, ഞാൻ എന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന എന്റെ ഞാൻ നിശ്ചയിച്ച വിധി, ആ വിധിയിൽ തൃപ്തിപ്പെടാൻ ആരെങ്കിലും തയ്യാറാകുന്നില്ലെങ്കിൽ, ഞാൻ കൊടുക്കുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നില്ലെങ്കിൽ, അങ്ങനെ ഞാനൊരു പരീക്ഷണം കൊടുത്താൽ, ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരീക്ഷണം നൽകിയാൽ അത് ക്ഷമിക്കാൻ കഴിയാതെ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നാൽ, ആ അസ്വസ്ഥനാകുന്നവൻ ഒരു കാര്യം ചെയ്തോട്ടെ, എന്റെ ആകാശത്തിന്റെ കീഴിൽ നിന്ന് വേറെവിടെങ്കിലും പോയവൻ ജീവിച്ചോട്ടെ, ഞാനല്ലാത്ത ഏതെങ്കിലും ഒരു നാഥനെ അവൻ കണ്ടെത്തിക്കോട്ടെ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ആകാശഭൂമികളുടെ സംരക്ഷകനായ നാഥനിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. നമുക്ക് പരീക്ഷണങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, കഷ്ടപ്പാടുകൾ വരും. ഇതെല്ലാം സർവശക്തനായ നാഥനിൽ വിശ്വസിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി നീങ്ങുക എന്നുള്ളതാണ് മൂന്നാമത് ഞാൻ സ്വീകരിച്ചിട്ടുള്ള കാര്യം. ഞാനിപ്പോൾ ഒരുപാട് നീന്തി പ്രസംഗിക്കുന്നില്ല, അതിനുപറ്റിയ അവസരമല്ല. എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ വിവാഹം ഞാനിവിടെ പങ്കെടുക്കാൻ എനിക്ക് കിട്ടിയ അവസരം എല്ലാ നിലയിലും സർവശക്തനായ നാഥന്റെ വളരെ വലിയൊരു അനുഗ്രഹമായിട്ടും എന്റെ പ്രിയപ്പെട്ട ഓരോ സഹോദരങ്ങളുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടും ഈ വേദിയിലിരിക്കുന്ന നിരവധി പേരുടെ ഒരുപാട് തരം ഇവിടെ ഇല്ലാത്തവരുമായ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ നിരവധി പേർ, അതിന് തൊട്ടുമുമ്പ് ഈ സംഭവത്തിന് തൊട്ടുമുമ്പ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി അവിടെ വന്ന് കർണാടകയുടെ മുഖ്യമന്ത്രിയെ കാണുകയും സംസാരിക്കുകയും ചെയ്ത കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ എം പി, APCC മുൻ വൈസ് പ്രസിഡന്റായിരുന്ന ശ്രീ ഷാനവാസ് എം പി, അതുപോലെ എനിക്ക് ചികിത്സ കിട്ടുന്ന കാര്യത്തിൽ വളരെ ഗൗരവമായ തരത്തിൽ ഇടപെടുകയും പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ എന്റെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായി ഇടപെടുകയും ചെയ്ത ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, നമ്മുടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായ നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി, അങ്ങനെ നിരവധി പേർ, അതുകൂടാതെ അവിടെ വന്ന് എന്നെ സന്ദർശിച്ച, എന്നെ ജയിലിൽ വന്ന് സന്ദർശിക്കുകയും എനിക്ക് ആവശ്യമായ നിലയിലുള്ള കരുത്ത് പകരുകയും ചെയ്ത ശ്രീ MA ബേബി, CPMന്റെ പോലീസ് ബ്യൂറോ മെമ്പർ ശ്രീ MA ബേബി, അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ച ശ്രീ വി എസ് അച്യുതാനന്ദൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഇതുപോലെ ഞാൻ പേര് മറന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ നിരവധി പേർ ഇതുപോലെ തന്നെ എന്റെ ഈ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ നീതി നിഷേധത്തിന്റെ കാലഘട്ടത്തിൽ അതിശക്തമായി എനിക്ക് നീതി ലഭ്യമാകുന്നതിന് ജീവൻ തരാം, നാഗരികം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ശക്തമായി ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല അതിനപ്പുറം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന PDPയുടെ പ്രവർത്തകർ എന്റെ കേസ് കാര്യങ്ങളിൽ അതിശക്തമായ നിലയിൽ എന്റെ കേസിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന
ജസ്റ്റിസ് മഅദനി ഫോറം അതിന്റെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ജനറൽ കൺവീനർ ഷബീർ മൗലവി, അതുപോലെ നമ്മുടെ ശ്രീ നീരദാസൻ നാടാർ, ഇതുപോലെ നിരവധി പേർ, അതുപോലെ കേരളത്തിലെ ഈ കാര്യത്തിൽ എനിക്ക് നീതി ലഭ്യമാകണമെന്ന ആ ശക്തമായ സ്വീകരിച്ചിട്ടുള്ള CPM-ന്റെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ അവർ, ഇതുപോലെ നിരവധി പേർ എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ എല്ലാ പരിശ്രമങ്ങൾക്കും കൂട്ടുനിന്നിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തരുടെയും പേര് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. KP മുഹമ്മദ് ഉൾപ്പെടെ, അതുപോലെ അഡ്വക്കേറ്റ് ഉസ്മാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ കർണാടകത്തിൽ നിന്ന്, അതുപോലെ ശ്രീ ടോമി സെബാസ്റ്റ്യൻ ഇപ്പോൾ ഒരു പുതിയ കർണാടകത്തിലാണ് പോയി പെട്ടത്. രക്ഷപ്പെടാൻ വലിയ പാടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് തമിഴ്നാട് അതിനേക്കാൾ 1000 മടങ്ങ് ഭേദമായിരുന്നു എന്ന്. അങ്ങനെയുള്ള കർണാടകത്തിൽ പോയി പെട്ട് ഒരു വക്കീലിനെ ഒരുപാട് പേര് ശ്രീ പിണറായി വിജയൻ അവർ ഉൾപ്പെടെയുള്ള നിരവധി പേര് ബന്ധപ്പെട്ട്, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ നിരവധി പേർ ബന്ധപ്പെട്ടിട്ട് അന്ന് ഒരു വക്കീലിനെ ശ്രീ ജസ്റ്റിസ് PR കൃഷ്ണയ്യർ നിരവധി തവണ കത്തയച്ച് കത്ത് കൊടുത്തു വിട്ടതൊക്കെ കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്ത വക്കീല് വലിയൊരു തുക ഫീസും കൊടുത്ത്, പക്ഷെ പിന്നെ അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹം ആ ഫീസും വാങ്ങിയിട്ട് പോയതാണ്. അതിനുശേഷം വീണ്ടും നമ്മളിപ്പോൾ മലയാളി കൂടിയായ ശ്രീ ടോമി സെബാസ്റ്റ്യൻ എന്ന വക്കീലിന് അദ്ദേഹത്തിന്റെ ജൂനിയർ സന്തോഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. നിരവധി പേർ ഇങ്ങനെ അദ്ദേഹത്തിന് ടോമി സെബാസ്റ്റ്യൻ എന്ന വക്കീലിനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ മോചനത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ വഴിയിലാണ്. ഈ വേദിയിലിരിക്കുന്ന നിരവധി പേരുണ്ട്. ശ്രീ ദിവാകരൻ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ശ്രീ ഭാസുരേന്ദ്ര ബാബു ഇവിടെയുണ്ട്, ബഹുമാന്യനായ ഉസ്താദ് ശൈഖുന KP അബൂബക്കർ ഹസ്രത്ത് അവർ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ശ്രീ ആരിഫ് അലി ഇവിടെയുണ്ട്, അതുപോലെ മാധ്യമത്തിന്റെ എഡിറ്റർ ജനാബ് അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വാസുവേട്ടൻ വാസുവേട്ടൻ ഇവിടെയുണ്ട്. അങ്ങനെ ബഹുമാന്യനായ നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ഇതുപോലെ നമ്മുടെ മോചനത്തിന്റെ പരിശ്രമത്തിന്റെ പാതയിൽ മോചനത്തിന്റെ പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് പേർ, ബഹുമാന്യനായ കാന്തപുരയെത്തിയ ഉപസംസ്കാരം ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുല്ലമയുടെ ബഹുമാന്യനായ തൊടിയൂർ മുഹമ്മദ് മൗലവി, കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവി ഉൾപ്പെടെ അതുപോലെ നിരവധി പേർ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നടത്തുന്നവർ. ഞാൻ ആരുടെയും പേര് അങ്ങനെ നിരവധി പേർ, ഞാനിത് ഈ പേര് പറയുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു മഹത്വം ഉണ്ടാവുന്നില്ല. ഞാൻ എന്റെ ഒരു സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ പേര് ഞാൻ പറയുന്നതേ ഉള്ളൂ. അല്ല പേര് പറഞ്ഞില്ല എന്ന് കരുതി ആർക്കും ഒന്നും വിഷമവും തോന്നില്ല. എങ്കിലും ഞാൻ അവരുടെയൊക്കെ പേരുകൾ അനുസരിച്ചു തന്നെയാണ്. ഇതിലെല്ലാത്തിലും ഉപരി എന്റെ വിഷയത്തില് വളരെ ശക്തമായിട്ട് എന്നോട് കാണിക്കുന്ന അനീതിക്കെതിരെ നിലകൊള്ളുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, മുഴുവൻ മാധ്യമപ്രവർത്തകരും എല്ലാവരോടും എനിക്ക് ഉള്ള നന്ദി രേഖപ്പെടുത്താൻ ഈ കിട്ടിയ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ആരുടെയെങ്കിലും പേര് അവർ ശ്രമിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട മകൾ ഷമീറയുടെ വിവാഹം ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാനും എന്റെ മകളും തമ്മിലുള്ള ബന്ധം അകന്നുപോയതാണ്. പക്ഷേ സർവശക്തനായ നാഥന്റെ അനുഗ്രഹത്താൽ എന്റെ മകളോട് വീണ്ടും എനിക്ക് ഒരുപക്ഷെ എന്റെ കോയമ്പത്തൂർ ജയിൽവാസം എനിക്ക് നൽകിയ ചില നന്മകളിൽ ഒരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട മകളുമായിട്ടുള്ള ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാനും മകളുമായിട്ട് ഇന്നുവരെയും വളരെ നല്ല നിലയിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും അൽഹംദുലില്ലാ മകളുടെ വിവാഹത്തിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി. നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ നിസാമുദ്ദീനെ, നമ്മുടെ കരുനാഗപ്പള്ളിക്കാരനാണ്, നമ്മുടെ തൊട്ടടുത്ത അൻവാർ സ്റ്റഡിയുടെ തൊട്ടടുത്ത നാട്ടുകാരനാണ് നിസാമുദ്ദീൻ. അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ആ നിസാമുദ്ദീനെ വരനായി കണ്ടെത്തി. അൽഹംദുലില്ലാ ഈ വിവാഹം ഉറപ്പിച്ചപ്പോൾ എന്റെ മകളെ സംബന്ധിച്ച് മകൾ എന്നോട് പറഞ്ഞത്, വിവാഹത്തിന് പാപ്പാക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിക്കാഹ് നടക്കുമെന്ന് കരുതണ്ട എന്നാണ് പറഞ്ഞത്. ഞാനപ്പോ പറഞ്ഞു ഞാൻ എത്തും എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും സത്യത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടിയൊന്നുമല്ല. ഈ സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നതാണ്. നിങ്ങൾ ആരും കരുതണ്ട കർണാടകത്തിൽ നീതിയുടെ പുതിയ സൂര്യോദയം ഉണ്ടായിരിക്കുന്നുവെന്ന്. അങ്ങനല്ല. എന്റെ കേസിൽപ്പെട്ട 2 പേർക്ക് നേരത്തെ 4 ദിവസം വീതം ഇതുപോലെ കൊടുത്തിട്ടുണ്ട് എന്റെ കേസ് നടത്തുന്നതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ എന്നെ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് ഇങ്ങനെ അവസരം തന്നത്. പക്ഷെ അതിൽ നിരവധി ഇടപെടലുകൾ ഉണ്ടായത് കൂടുതൽ ഫലവത്താവുകയും ചെയ്തു. ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. തീർച്ചയായും സർവശക്തനായ നാഥന്റെ അനുഗ്രഹത്താൽ ഇവിടെ ബഹുമാന്യരായ ഉലമാക്കള്, ബഹുമാന്യരായ മുതാലിമീങ്ങള്, ബഹുമാന്യരായ സഹോദരിമാര്, സഹോദരന്മാര് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എന്റെ പ്രിയപ്പെട്ട മകളുടെ നിക്കാഹ് നടത്തിക്കൊടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന അള്ളാഹുവിനെ സ്തുതിക്കുകയും ഇന്നലെയൊക്കെ എയർപോർട്ടിൽ വന്ന് ഒരുപാട് പേർക്ക് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർക്ക് ഉന്തും തള്ളും തല്ലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ ഈ ഒരു ഞാൻ നേരിടുന്ന ഒരു നീതിനിഷേധത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴുണ്ടാകുന്ന വിഷമം എന്ന നിലയിൽ ആരും അത് സീരിയസ് ആയി എടുത്തിട്ടില്ല എന്ന് തന്നെ
അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ഈ വേദിയിലിരിക്കുന്ന ഇവിടെ എത്തിയിരിക്കുന്ന, ഞാൻ കാഴ്ചയുടെ കുറവുകൊണ്ട് ആരെയും യഥാർത്ഥത്തിൽ നല്ലതുപോലെ കണ്ടിട്ടില്ല, തൊട്ടടുത്തെത്തിയവരെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. വെറുതെ പറയുകയല്ല, കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞു. വലത് കണ്ടിട്ട് ഏറ്റവും വിദഗ്ധമായ പരിശോധന നടത്തിയിട്ട് പറഞ്ഞത് 60-ൽ ഒരു ഭാഗം കാഴ്ചയാണ് വലത് കണ്ടിട്ടുള്ളതെന്നാണ്. എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡായി, അന്ധനായി എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ ഇടതുകണ്ണിന്റെ കാഴ്ച അത് വളരെ കുറഞ്ഞ അവസ്ഥയിലാണുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ദുഃഖിതനല്ല, അതെനിക്ക് പറയാനുള്ളൂ. ഞാൻ ദുഃഖിതനല്ല. എനിക്ക് യാതൊരു വിഷമവുമില്ല. അതെല്ലാം സർവശക്തനും സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ഒരു ആഗ്രഹപ്രകാരം ഒരു 2 വരി അറബിയിലുള്ള ഖുതുബ ബഹുമാനപ്പെട്ട തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി അവർ നിർവഹിക്കും. പിന്നെ നിക്കാഹ് ഇൻഷാ അല്ലാഹ് ഞാൻ നടത്തി കൊടുക്കും ഇവിടുത്തെ മഹല്ലിന്റെ ഇമാമിന്റെ സാന്നിധ്യത്തില്. ശേഷം ഇൻഷാ അല്ലാഹ് ഒരു ബഹുമാനപ്പെട്ട ഉസ്താദ് KP അബൂബക്കർ ഉസ്താദ് അവർ ദുആ ചെയ്യും. അതിനുശേഷം പിന്നീട് നമ്മുടെ ഉസ്താദികൾ ആശംസിക്കും. ശേഷം ഇൻഷാ അല്ലാഹ് ഒരു ബഹുമാനപ്പെട്ട ഉസ്താദ് KP അബൂബക്കർ ഉസ്താദ് അവർ ദുആ ചെയ്യും. അതിനുശേഷം പിന്നീട് നമ്മുടെ ഉസ്താദികൾ ആശംസിക്കും. കർമ്മത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഉത്സവത്തോട് അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനശ്ഹദു അല്ലാ PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനി മകളുടെ വിവാഹ ചടങ്ങ് നടത്തിയ പ്രസംഗമാണ് ഇതുവരെ കേട്ടത്. എന്നാൽ പ്രസംഗത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരനും രംഗത്തുവന്നു. കോടതിയെ വിമർശിച്ച മഅദനിയുടെ പ്രസംഗം ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്ന് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് മഅദനി നടത്തിയ പ്രസംഗം ഇന്റലിജൻസോ മറ്റോ ഏജൻസികളോ പരിശോധിക്കണമെന്നും VS ആവശ്യപ്പെട്ടു. മഅദനി നിയമലംഘനം നടത്തിയെന്നും ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നും V മുരളീധരൻ പറഞ്ഞു. വിവാഹ ചടങ്ങിന്റെ മറവിൽ രാജ്യദ്രോഹ പ്രസംഗമാണ് നടത്തിയതെന്നും അതിന് കേരള പോലീസ് കൂട്ടുനിന്നുവെന്നും V മുരളീധരൻ ആരോപിച്ചു. നീതിന്യായ വ്യവസ്ഥയെ മറികടന്ന മഅദനിയുടെ ജാമ്യം റദ്ദാക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. അതേസമയം മഅദനിയുടെ പ്രസംഗം കേട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മഅദനിയുടെ സുരക്ഷ മാത്രമാണ് കേരള പോലീസിന്റെ ചുമതലയെന്നും അതിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ പ്രസംഗം എന്താണെന്ന് അന്വേഷിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വിവാഹ ചടങ്ങിൽ സംസാരിക്കാൻ മൈക്ക് കയ്യിലെടുത്ത മഅദനിയെ കർണാടക പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ തടഞ്ഞിരുന്നു. എന്നാൽ വിവാഹ ചടങ്ങിന്റെ ഭാഗമായ ഖുതുബയാണ് നിർവഹിക്കുന്നതെന്ന് പറഞ്ഞാണ് മഅദനി പ്രസംഗം ആരംഭിച്ചത്. ചേന്നമംഗലൂരിലെ കടയിൽ ജുമാ നിസ്കാര സമയത്ത് കളവ് നടത്തുന്നത് പതിവാക്കിയയാളെ ക്യാമറ ഉപയോഗിച്ച് പിടികൂടി. പണം മോഷണം പോകുന്നത് പതിവായപ്പോഴാണ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ പലചരക്കു കടയിൽ ക്യാമറ സ്ഥാപിച്ചത്. ക്യാമറ സ്ഥാപിച്ചതറിയാതെ മോഷ്ടാവ് പതിവ് തെറ്റിക്കാതെ വന്ന് പണമെടുത്തു. കടയുടമ ജുമാ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ വീണ്ടും മോഷണം നടന്നതറിഞ്ഞു. ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പലപ്പോഴും തനിക്ക് ഉപകാരം ചെയ്യുകയും സാധനങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നയാളാണ് മോഷ്ടാവെന്ന് തിരിച്ചറിഞ്ഞത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേണ്ടപ്പെട്ടയാളാണ് ഇയാൾ. തുടർന്ന് ഉന്നതർ ഇടപെട്ട് നിശ്ചിത സംഖ്യ നൽകാമെന്ന ധാരണയിൽ പ്രശ്നം പറഞ്ഞൊതുക്കുകയായിരുന്നു. മുക്കത്തെയും പരിസരങ്ങളിലെയും നിരവധി കടകളിൽ പലപ്പോഴായി ജുമാ നിസ്കാര സമയത്ത് മോഷണം നടന്നിരുന്നു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും.
തുരത്തണം മകം നിറഞ്ഞ ഭക്തിയാൽ മാറ്റിടാം നമുക്കി ലോകമൂറ്റമുള്ള വാക്കിനാൽ പിഴച്ചിടാച്ചുവടിനാൽ ഉറച്ച ധീരസാരതേ വരിക കർമ്മ പന്തമേന്തി ധർമ്മരാജ്യം പണിതിടാൻ ഒരുമ മാനസങ്ങളാൽ കർമ്മഗാഥ തീർത്തിടാം. അക്ഷരങ്ങൾ അഗ്നിയാക്കി നാം തൊടുത്ത വാക്കിനാൽ ഫാസിസം നവീനവാദം തീപ്പടർന്നു ചാമ്പലായി അനീതി വാഴും ലോകമിൽ ഉറങ്ങിടാതെ കൂട്ടരെ ഉറക്കുവിട്ടുറക്കെ നാം ഉണർത്തു പാട്ടു പാടിടാം. വരിക കർമ്മ പന്തമേന്തി ധർമ്മരാജ്യം പണിതിടാൻ ഒരുമ മാനസങ്ങളാൽ കർമ്മഗാഥ തീർത്തിടാം. പുതുപ്രഭാതം വന്നിടും ധർമ്മനാൾ പുലർന്നിടും പുതുവസന്ത പുലരിയോളം വിശ്രമിക്കയില്ല നാം. ഉഷസ്സുദിക്കും ദിക്കുകൾ മുഴുക്കെ നാം മുഴക്കണം. SSF സിന്ദാബാദ്. ഉഷസ്സുദിക്കും ദിക്കുകൾ മുഴുക്കെ നാം മുഴക്കണം. SSF സിന്ദാബാദ്. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സാമൂഹിക പുരോഗതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന മതനേതാക്കന്മാരുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്ന് സ്പീക്കർ ജി കാർത്തികേയൻ പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കളെക്കാൾ മതസാമുദായിക നേതാക്കൾക്കാണ് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുക. തന്റെ കർമ്മം കൊണ്ട് ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്ത നേതാവാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഒരു സമുദായത്തിന്റെ തലപ്പത്ത് നിന്ന് കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ സാമൂഹിക നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണ് കാന്തപുരമെന്നും സ്പീക്കർ ജി കാർത്തികേയൻ പറഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക പിന്നോക്ക പരിരക്ഷാ രംഗത്തെ സേവനം മുൻനിർത്തി ഖാദി നാലകത്ത് മുഹമ്മദ് കോയ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അവാർഡ് കാന്തപുരം ഉസ്താദിന് സമ്മാനിച്ചു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ജന്മം കൊണ്ട് പിന്നോക്ക വിഭാഗമായ ഒരു സമുദായത്തെ കർമ്മം കൊണ്ട് മുമ്പിലെത്തിക്കാനുള്ള ശ്രമമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ അദ്ദേഹത്തിന്റെ ഇടപെടൽ മഹത്തരമാണ്. ഏത് സമുദായ നേതാവായാലും തനിക്ക് ലഭിച്ച സമ്പത്തും പദവിയും പാവങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി വിനിയോഗിക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ജി കാർത്തികേയൻ പറഞ്ഞു. പ്രവാസികൾക്കിടയിലെ സാമൂഹിക പ്രവർത്തനം മാനിച്ച് യുവ ബിസിനസ്സുകാരൻ ഷാനവാസ് സഹീറിനും പുരസ്കാരം സമ്മാനിച്ച സ്പീക്കർ ഫൗണ്ടേഷന്റെ വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. അവാർഡ് ജേതാക്കളെ പൊന്നാടി അണിയിക്കലും തൊഴിലുപകരണ റിലീഫ് വിതരണവും MK രാഘവൻ MP നിർവഹിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ EV ഉസ്മാൻ കോയ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ K ആലിക്കോയ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. മാലി അംബാസഡർ ഡോക്ടർ ഉസ്മാൻ താന്തിയ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, KC അബു, TV ബാലൻ, NC അബൂബക്കർ തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മറുപടി പ്രസംഗം നടത്തി. കലക്ടർ KV മോഹൻകുമാർ, അബ്ദുൽ അസീസ് ദക്ഷിണാഫ്രിക്ക തുടങ്ങിയവർ സംബന്ധിച്ചു. ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ് സമൂഹത്തിൽ ഇന്ന് കാണുന്ന മൂല്യച്യുതിക്ക് കാരണമെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു. നരിക്കുനിയിൽ ബൈത്തുലിസ സുന്നി സെന്റർ 20ാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ധാർമ്മിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പരിഗണന ആവശ്യമാണ്. പൊതു ആശയക്കാർ എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നുവെന്നും അവയെല്ലാം ഛിന്നഭിന്നമായത് സുന്നത്ത് ജമാഅത്തിന്റെ സന്ദർഭോചിത ഇടപെടൽ കാരണമാണെന്നും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കൂട്ടിച്ചേർത്തു. സയ്യിദ് അബ്ദുൽ സബൂർ ഹസൻ അവേലം അധ്യക്ഷത വഹിച്ചു. സമസ്ത സെക്രട്ടറി കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ പ്രഖ്യാപനം നടത്തി. മർക്കസ് മാനേജർ C മുഹമ്മദ് ഫൈസി പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് കുഞ്ഞിസീദി കോയത്തങ്ങൾ കൊയിലാട്ട്, TK അബ്ദുറഹ്മാൻ ബാഖവി, VM കോയ മാസ്റ്റർ തുടങ്ങി പ്രമുഖ പണ്ഡിതർ സംബന്ധിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാദിയുമായിരുന്ന ഷെയ്ഖുൽ ഹദീസ് മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദിന്റെ 2ാമത് ഉറൂസ് മുബാറക്ക് ഇന്ന് സമാപിക്കും. ഇന്നലെ സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ പതാക ഉയർത്തി. SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അലി ദാരിമി ചെറുകുളം അധ്യക്ഷത വഹിച്ചു. ആത്മീയ സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവർ അംഗം മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തി. അവേലിത്ത് മഖാം ഉറൂസിനോടനുബന്ധിച്ച് ഈ മാസം 17-ന് സാദാത്ത് നഗറിൽ സംഘടിപ്പിക്കുന്ന പണ്ഡിത സംഗമം വിജയിപ്പിക്കാൻ സമസ്ത കോഴിക്കോട് ജില്ലാ മുഷാവറ ആഹ്വാനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കാപ്പാട് ഉമർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. VPM ഫൈസി വില്യാപ്പള്ളി സ്വാഗതം പറഞ്ഞു.
ജൂണിൽ വിപുലമായ പണ്ഡിത പഠന ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പ്രവർത്തനങ്ങൾക്ക് എം അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ ചെയർമാനും ടി.കെ. അബ്ദുറഹ്മാൻ ബാഖവി കൺവീനറായും വണ്ണക്കോട് അബൂബക്കർ സഖാഫി, ഇസ്മായിൽ സഖാഫി, നാസർ സഖാഫി അംഗങ്ങളുമായി സംഘാടക സമിതി തിരഞ്ഞെടുത്തു. കാരന്തൂർ മർക്കസ് ശരീഅത്ത് കോളേജ് വിദ്യാർത്ഥി സംഘടന ഇഹ്യാ ഉസ്സുന്ന സംഘടിപ്പിച്ച മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദ് അനുസ്മരണ സംഗമം സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. VPM ഫൈസി വില്യാപ്പള്ളി അധ്യക്ഷത വഹിച്ചു. KS മുഹമ്മദ് മുസ്ലിയാർ, KK മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നിയ മർക്കസ് ഓർഫൻ കെയർ പദ്ധതിയുടെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വീട്ടിൽ നിന്ന് പഠനം നടത്തുന്ന യത്തീം കുട്ടികൾക്കുള്ള ഫണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിതരണം ചെയ്തു. ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം AC കോയ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ C മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, C ഉബൈദ് സഖാഫി, ഇബ്രാഹിം സഖാഫി തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. താമരശ്ശേരി പെരുമ്പള്ളിയിൽ പുതുതായി നിർമ്മിച്ച ഷറഫുൽ ഇസ്ലാം സുന്നി മദ്രസ കെട്ടിടം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ അധ്യക്ഷത വഹിച്ചു. MPS ആറ്റക്കോയത്തങ്ങൾ, സ്വാബിത്ത് അബ്ദുള്ള സഖാഫി വാവാട്, മൊയ്തീൻ മുസ്ലിയാർ അടിവാരം, നൌഫൽ സഖാഫി, ഖാലിദ് സാദി, യൂസുഫ് മുസ്ലിയാർ, ഖാദിർ മുസ്ലിയാർ തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. SYS ബാലുശ്ശേരി സോൺ പ്രഖ്യാപനവും പ്രതിനിധി സമ്മേളനവും ഇന്ന് 2 മണിക്ക് ബാലുശ്ശേരി സുന്നി സെന്ററിൽ നടന്നു. KH കോയ ഹാജിയുടെ അധ്യക്ഷതയിൽ അബ്ദുറഷീദ് സഖാഫി കുറ്റ്യാടി സോൺ പ്രഖ്യാപനം നടത്തി. വാർഷിക റിപ്പോർട്ട് സ്വാദിഖ് അറപ്പിടുകയും വരവ് ചെലവ് കണക്ക് P അബ്ദുള്ള മാസ്റ്റർ അവതരിപ്പിച്ചു. മുഹമ്മദ് അലി സഖാഫി വെള്ളിയാട് കമ്മിറ്റി രൂപവൽക്കരണത്തിന് നേതൃത്വം നൽകി. അബ്ദുൽ മജീദ് സഖാഫി കോട്ടൂർ, അബ്ദുറഹ്മാൻ സഖാഫി കാന്തപുരം, മുഹമ്മദ് അലി കിനാലൂർ, സുബീർ നിസാമി തുടങ്ങിയവർ പ്രസംഗിച്ചു. സോൺ കൌൺസിലർമാരും സർക്കിൾ പ്രവർത്തക സമിതി അംഗങ്ങളും പരിപാടിയിൽ സംബന്ധിച്ചു. SSF 40ാം വാർഷിക വിശേഷങ്ങൾ. വരിക കർമ്മ പന്തമേന്തി ധർമ്മരാജ്യം പണിതിടാൻ ഒരുമ മാനസങ്ങളാൽ കർമ്മഗാഥ തീർത്തിടാം. പോർക്കളങ്ങളിൽ തിളച്ച 40 പാട്ടുകൾ ഉറച്ചൊരൊറ്റ ശബ്ദമായുറക്കെ നാം മുഴക്കണം. വരിക കർമ്മ പന്തമേന്തി ധർമ്മരാജ്യം പണിതിടാൻ ഒരുമ മാനസങ്ങളാൽ കർമ്മഗാഥ തീർത്തിടാം. പോർക്കളങ്ങളിൽ തിളച്ച 40 പാട്ടുകൾ ഉറച്ചൊരൊറ്റ ശബ്ദമായുറക്കെ നാം മുഴക്കണം. SSF 40ാം വാർഷിക പ്രചാരണ കെട്ടഴിക്കൽ ഇന്ന് സമരപ്പകൽ എന്ന പേരിൽ മലപ്പുറം ജില്ലയിലെ തെരുവുകളിൽ നടന്നു. 1 വർഷക്കാല പ്രചാരണ പ്രവർത്തനങ്ങളുടെ ക്രോഡീകരണമാണ് ഇന്ന് പ്രസ്ഥാന നായകരുടെ നേതൃത്വത്തിൽ നടന്നത്. സമരമാണ് ജീവിതം എന്ന ശീർഷകത്തിൽ ഏപ്രിൽ 26, 27, 28 തീയതികളിൽ എറണാകുളത്താണ് സമ്മേളനം നടക്കുക. സമരപ്പകലിൽ രാവിലെ 7 മണി മുതൽ നഗരവും ഗ്രാമവും റോഡും വഴിയും മലപ്പുറം ജില്ലാ I-ടീം ഏറ്റെടുത്തു. ചുമരെഴുത്ത്, ബോർഡ് സ്ഥാപിക്കൽ തുടങ്ങിയ മറ്റു പ്രചാരണ പ്രവർത്തനങ്ങളുടെ വേറിട്ട അനുഭവം സൃഷ്ടിച്ചു. മലപ്പുറം ജില്ലാ സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് സമരപ്പകൽ ക്രമീകരിച്ചത്. സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നടന്നുവരുന്നു. മലപ്പുറം ജില്ലാ ഡിവിഷൻ സെക്ടർ ബ്ലൂ, ഗ്രീൻ, വൈറ്റ് I-ടീം അംഗങ്ങൾ സ്വന്തം പേരിൽ സമർപ്പിക്കുന്ന 10,000 പുതിയ ബോർഡുകൾ സമരപ്പകലിൽ സ്ഥാപിച്ചു. വൈകുന്നേരം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനങ്ങൾ സമരപ്പകലിന്റെ വ്യത്യസ്തത അറിയിച്ചു. ഡിവിഷൻ കേന്ദ്രങ്ങളിൽ നടന്ന സമരപ്പകലിന് സയ്യിദ് അഹമ്മദ് ശിഹാബ് തങ്ങൾ തിരൂർക്കാട്, സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ്, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, PKM സഖാഫി ഇരിങ്ങല്ലൂർ, അലവി സഖാഫി കൊളത്തൂർ തുടങ്ങി പ്രമുഖർ നേതൃത്വം നൽകി. സമരമാണ് ജീവിതം SSF 40ാം വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഫാറൂഖ് ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച കൊടിയേറ്റം ഇന്ന് പന്തീരങ്കാവിൽ നടന്നു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷനിലെ 40 കേന്ദ്രങ്ങളിൽ നിന്ന് സെക്ടർ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന കൊടികൾ മേഖലയിലെ പ്രാസ്ഥാനിക നേതാക്കൾ ഉയർത്തി. സെക്ടറുകളിലെ കൊടിവരവ് ഫാറൂഖ് ചുങ്കത്ത് വൈകിട്ട് 4 മണിക്ക് എത്തിച്ചേർന്നു. അവിടെ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പന്തീരങ്കാവിലേക്ക് എത്തി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാന്തപുരം ഉസ്താദിന് ഖാദി ഫൗണ്ടേഷൻ പുരസ്കാരം സമർപ്പിച്ചു. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ നേതാക്കളെക്കാൾ മതനേതാക്കൾക്കാണെന്ന് സ്പീക്കർ G. കാർത്തികേയൻ. ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ അഭാവം സമൂഹത്തിന്റെ മൂല്യച്യുതിക്ക് കാരണമാകുന്നുവെന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഷേഖുൽ ഹദീസ് മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദ് ഉറൂസ് മുബാറക്ക് ഇന്ന് സമാപിക്കും. അവേലത്ത് സാദാത്ത് മഖാം ഉറൂസ് മുബാറക്ക് ഈ മാസം 14-ന് തുടക്കം കുറിക്കും.
നീതിയുടെ പ്രകാശകിരണം അകലെയാണെന്ന് PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനി. ജാമ്യത്തിനുവേണ്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പോലെയുള്ളവരുടെ പരിശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്നും മഅദനിയുടെ പ്രസംഗത്തിനെതിരെ VS അച്യുതാനന്ദനും BJP നേതാവ് V മുരളീധരനും രംഗത്ത്. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com, www.sunnyonlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.